Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഗ്രിൽഡ് ഫിഷിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ വളരെയധികം കമന്റ്സ് കിട്ടാറുണ്ട് ഫിഷ് ഐറ്റംസിന്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതും വളരെയധികം ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഗ്രിൽഡ് ഫിഷിന്റെ റെസിപ്പിയാണ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫ്ലേവറിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നാടൻ കാന്താരിയാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ മാരിനേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഗൈസ് ആദ്യമായി തന്നെ നമ്മളൊരു ഫിഷ് ഇവിടെ ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളിന്ന് റെഡ് സ്നാപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു റെസിപ്പിക്കായിട്ട് 1/2 കിലോ തുടങ്ങി 1 കിലോയ്ക്കുള്ളിലുള്ളൊരു ഫിഷാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുത്ത ഫിഷ് നമുക്ക് നൈഫ് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരകളിടാം. ഇതിൻ്റെ 2 സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വരകളിട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത ഫിഷ് നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 15 കാന്താരി മുളക്, ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 എണ്ണം വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായി ചെറുതായി കട്ട് ചെയ്തെടുത്ത 10 കുഞ്ഞുള്ളി, ടൊമാറ്റോയുടെ 4 വലിയ 5 വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 തുള്ളി കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഗൈസ് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിൽ നാരങ്ങ പിഴിയാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്കൊരു നല്ല നീരുള്ള ഒരു നാരങ്ങയോടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ നാരങ്ങ പിഴിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫിഷ് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുത്ത മസാല ഫിഷിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫിഷിൻ്റെ ഉള്ളിലും പുറത്തുമെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെ മാരിനേഷൻ ഫിഷിൻ്റെ എല്ലാ സൈഡും എത്തുന്ന മാതിരി നമുക്ക് നന്നായി മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ മാരിനേഷൻ ഫിഷിലേക്ക് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഗൈസ് അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വരെ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് കമൻറ്റ്സ് വഴി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ലൈക്സ് കൊടുക്കാൻ മറക്കാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മറക്കാണ്ട് തന്നെ ഓരോ ലൈക്സ് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ് അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്കെടുത്ത് പാനിലേക്ക് വെക്കാം. ഫിഷ് നമ്മൾ പാനിലേക്ക് ഇട്ടതിന് ശേഷം ഓരോ സൈഡും നമുക്ക് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫിഷിൻ്റെ ഒരു സൈഡ് നമ്മൾ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ് നമ്മൾ രണ്ടാമത്തെ സൈഡും ഫിഷിൻ്റെ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനോട് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായുള്ളൊരു സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാലഡ് ഉണ്ടാക്കാനായിട്ട് 2 തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കലം കുറഞ്ഞ് കഴിഞ്ഞ 2 സവോളയും കൊണ്ട് നമുക്കിടാം. അതിനുശേഷം സീസൺ ചെയ്യാനായിട്ട് 1 പിഞ്ച് സോൾട്ട്, 1 പിഞ്ച് ഫ്രഷായി പൊടിച്ചെടുത്ത പെപ്പർ പൗഡർ, 1 നാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാലഡ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മളുണ്ടാക്കിയ സാലഡ് ഇതിലേക്ക് വെക്കാം. സാലഡ് പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം നമ്മളുടെ ഗ്രില്ല് ചെയ്തെടുത്ത ഫിഷ് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. അടുത്തായി നമുക്ക് 3 ലൈം വെഡ്ജ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ അതിന് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലേവറാണ്, നല്ല ജ്യൂസിയാണ്, ടെൻഡറാണ്. എല്ലാം കൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.